പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്ഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. നമ്മളിന്ന് കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിൽ 66 പുസ്തകങ്ങളും കത്തോലിക്ക ബൈബിളിൽ 73 പുസ്തകങ്ങളും എന്തുകൊണ്ട് എന്നതിനെ പറ്റിയുള്ള ചില വസ്തുതകൾ, ഫാക്ട്സ് നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sticuit in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോ, അതായത് കത്തോലിക്ക തിരുസഭ സ്ഥാപിച്ചത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയല്ല, അത് യേശുക്രിസ്തു തന്നെയാണ് എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കമൻറ്റ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് ഒരു ടിപ്പിക്കൽ പെന്തക്കോസ്റ്റൽ മലയാളി വിശ്വാസിയുടെ വിശ്വാസം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. വിദേശത്തുള്ള പ്രൊട്ടസ്റ്റൻ്റുകാരെ പോലെയല്ല. അവരെ സംബന്ധിച്ച് ഒരു കാര്യം അവർക്ക് അറിയില്ലെങ്കിൽ അവരത് അന്വേഷിക്കും, എന്നിട്ട് അവർ സംസാരിക്കും. അല്ലാതെ ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ വേറെ കാര്യങ്ങളെ പറ്റിയുള്ള ആരോപണമല്ല ഉന്നയിക്കുക. നമ്മൾ കമൻറ്റ് ബോക്സിൽ നോക്കി കാണാൻ സാധിക്കും, ഈ വസ്തുത ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നത് കത്തോലിക് സഭയുടെ മതഗ്രന്ഥങ്ങളിൽ നിന്നല്ല. കത്തോലിക് സഭയുടെ മതഗ്രന്ഥത്തിൽ കത്തോലിക് സഭയാണ് സത്യസഭ എന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവർ പറയും, അത് നിങ്ങളുടെ സഭ തന്നെ എഴുതിയതല്ലേ എന്ന് പറയും. ഞാൻ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സിൽ നിന്നാണ്, ഹിസ്റ്ററിയിൽ നിന്നാണ്. ഞാൻ ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എളുപ്പം നമുക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആവുന്ന ആപ്പ് ഉപയോഗിക്കാൻ പറയുന്നതിന് കാരണം, ഞാനിപ്പം പറയുന്നു യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഇന്ന വിഷയത്തെപ്പറ്റി ഇന്നത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ 10, 200, 300 രൂപ കൊടുത്ത് ഈ പുസ്തകം വാങ്ങിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകം റെഫർ ചെയ്യുക. അതില്ലാത്തവൻ ഈ ChatGPT ഉപയോഗിക്കട്ടെ. CCCയിൽ ഇന്നത് പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ 400 രൂപ കൊടുത്തിട്ട് ഈ CCC ബുക്ക് വാങ്ങിക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾ ChatGPT യൂസ് ചെയ്യേണ്ട. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുസ്തകം വാങ്ങിക്കാൻ POCയിൽ പോകണം. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും എളുപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇൻ്റർനെറ്റ്. അതിൽ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ChatGPT ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് 1000, 5000, 10000 പേജസ് നമുക്ക് കാണാം. നമ്മൾ ആകെ ആദ്യത്തെ പേജിലാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ശേഖരിക്കാറ്. എന്നാൽ ഇങ്ങനെയുള്ള AI യൂസ് ചെയ്യുമ്പോൾ അവർ ഈ പറയുന്ന 5000, 10000 കണക്കിന് പേജുകളിൽ പോയി സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് തരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതൊക്കെ എന്നാണ് നമ്മളെ നിയന്ത്രണത്തിലാക്കുന്നത്? അപ്പോൾ നമ്മളിതൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുവരെ നമ്മളിത് പരമാവധി ഉപയോഗിക്കുക, ദൈവരാജ വ്യാപനത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്കിത് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. നേരെ മറിച്ച് ഞാൻ റെഫർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഓക്കെ, യു ഡോണ്ട് യൂസ് ദ AI. നിങ്ങൾ ആ പുസ്തകം റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് നിങ്ങളത് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ഇത് ഇൻ്റർനെറ്റിൽ എല്ലാവർക്കും അവൈലബിളാണ്, ആർക്കും വെരിഫൈ ചെയ്യാം, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ പറയുന്ന ഗൂഗിൾ ജെമിനി ആപ്പിലിട്ട് ഈസി ട്രൂ എന്ന് പറഞ്ഞാൽ ഫുൾ ട്രൂത്തും ഇവർ പറഞ്ഞു തരും. ഇങ്ങനെയാണ് കാര്യമെന്നിരിക്കെ ഈ പെന്തക്കോസ്തക്കാരും തയ്യാറല്ല ഇത് അന്വേഷിക്കാൻ. പകരം ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ വിഗ്രഹാരാധകരാണ്, നിങ്ങൾ വചനം ഫോളോ ചെയ്യുന്നില്ല, നിങ്ങൾ മാതാവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നു, നിങ്ങൾ മധ്യസ്ഥത വെക്കുന്നു, നിങ്ങൾക്ക് നേർച്ചയുണ്ട്, വഴിപാടുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ ആരോപണങ്ങൾ. എന്തുകൊണ്ടാണ് കാത്തലിക് ബൈബിളിൽ 73 പുസ്തകങ്ങളും പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിൽ 66 പുസ്തകങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മളും അറിഞ്ഞിരിക്കണം. അറ്റ് ദ സെയിം ടൈം പെന്തക്കോസ്തക്കാരും പ്രൊട്ടസ്റ്റൻ്റുകാരും ഈ സത്യം അറിയട്ടെ. ഒന്നാമത്തെ കാര്യം, ഇതെന്നാണ് ഇത് മാറിയത് എന്നുള്ളതാണ്. 15-ാം നൂറ്റാണ്ട് വരെ 1517 മാർട്ടിൻ ലൂതർ ഒരു കത്തോലിക്കനായിരുന്നു. മാർട്ടിൻ ലൂതർ അടക്കം ഉപയോഗിച്ചിരുന്നത് 73 പുസ്തകങ്ങളുള്ള സമ്പൂർണ്ണ ബൈബിളായിരുന്നു മാർട്ടിൻ ലൂതർ അടക്കം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റ് സഭ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും 6-7 പുസ്തകങ്ങൾ അദ്ദേഹം റിമൂവ് ചെയ്തു. ഇവയൊക്കെയാണ് തോബിത്ത്, യൂതിത്ത്, ജ്ഞാനം, പ്രഭാഷകൻ, ബാറൂഖ്, മക്കബായരുടെ 1-2 പുസ്തകങ്ങൾ, ദാനിയേൽ പ്രവാചകൻ്റെ
പ്രയർ ഓഫ് അസേറിയ, അതുപോലെ സൂസനെ പറ്റി പറയുന്ന ഭാഗം, ബേലും വ്യാളിയും ആ അധ്യായങ്ങളില്ല. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരുപാട് അധ്യായങ്ങൾ, ഇതൊന്നും പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിലില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങളെ, 15-ാം നൂറ്റാണ്ട് വരെ ക്രിസ്തു ജനിച്ച് ക്രിസ്തു മരിച്ച് 1500 വർഷക്കാലം ഈ ഒരൊറ്റ ബൈബിള് മാത്രമേ ലോകത്തിൽ നിലവിലുണ്ടായിരുന്നുള്ളൂ. ഈ ബൈബിളാണ് ലോകത്തിലുള്ള വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഓർത്തഡോക്സ് ബൈബിളിനെ പറ്റി ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ഫോർ ദ ടൈം ബീങ് നമ്മൾ കാത്തലിക് ആൻഡ് വേഴ്സസ് പ്രൊട്ടസ്റ്റൻ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇത് മാത്രമാണ് കഴിഞ്ഞ 15 നൂറ്റാണ്ടുകളിൽ ഈ ലോകത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ഇതിന് നിങ്ങളിപ്പം പറയുകയാണ് ഇത് തെറ്റാണ്, ഇതിൽ നിങ്ങൾ പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന്. യുക്തിപരമായിട്ടൊന്നും മാത്രം ചിന്തിച്ച് നോക്കിയാൽ പോരെ. 1500 വർഷക്കാലം ഈ ഒരു ബൈബിൾ ഉണ്ടായി. അത് കഴിഞ്ഞ് സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞ് 7 പുസ്തകങ്ങൾ എടുത്തു കളഞ്ഞ് പുതിയ പുസ്തകം വരുന്നു. അതിന് 500 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. ഇതിന് 2000 വർഷത്തെ പഴക്കമുണ്ട് പുതിയ നിയമത്തിന്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എന്തുകൊണ്ട് ഇവരിത് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ കാലത്തേക്ക് പോകേണ്ടി വരും. ഈശോയും ശിഷ്യന്മാരും യേശുവും അപ്പസ്തോലന്മാരും എന്താണ് ചെയ്തത്, അത് മാത്രമാണ് നമുക്ക് ബാധകം, അത് മാത്രമാണ് സത്യം. അപ്പോൾ യേശുവും ശിഷ്യന്മാരും റെഫർ ചെയ്തിരുന്ന പഴയ നിയമഗ്രന്ഥങ്ങളിൽ ഈ 7 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ? അക്കാലത്തെ യഹൂദർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ 7 പുസ്തകങ്ങളും മാർട്ടിൻ ലൂതർ എടുത്തു കളഞ്ഞ ഈ 7 പുസ്തകങ്ങളും യേശുവും ശിഷ്യന്മാരും ഉപയോഗിച്ചിരുന്നു. ഗ്രീക്ക് ട്രാൻസ്ലേഷൻ അവർ ഉപയോഗിച്ചിരുന്നു, അന്നത്തെ യഹൂദരും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ സെപ്റ്റ്യുആജിൻ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്, ഈ പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ള പഴയ നിയമത്തിന്. പിന്നീട് എപ്പോഴാണ് ഇത് മാറിയത്? യേശുവിൻ്റെ കുരിശു മരണത്തിന് ശേഷം 770 ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ട് കഴിഞ്ഞു. യഹൂദർ പലായനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവരുടെ അസ്തിത്വം എന്ന് പറയുന്നത് ഇവരുടെ ഹീബ്രു ഭാഷയിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇസ്രായേലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, എയർപോർട്ടിലും അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലെല്ലാം ഇംഗ്ലീഷിലും ഹീബ്രുവിലും അവർ എഴുതിയിട്ടുണ്ട്. കാരണം ഒരു ജനതയുടെ നിലനിൽപ്പ് ആ ജനതയുടെ ഭാഷയിലാണ്. അപ്പോൾ ഈ ഭാഷയെ പ്രൊട്ടക്റ്റ് ചെയ്താൽ ഇവരുടെ റിലീജിയൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ധാരണയിൽ 790കളിൽ നടന്ന യാമ്നിയ സമ്മേളനത്തിൽ വെച്ചിട്ട് ചില യഹൂദ പുരോഹിതന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, നമുക്ക് ഗ്രീക്കിലുള്ള പുസ്തകങ്ങൾ വേണ്ട, ഹീബ്രുവിലുള്ളത് മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് ഗ്രീക്കിലുള്ളതെല്ലാം നമ്മൾ ഉപേക്ഷിക്കും. അങ്ങനെ ഗ്രീക്കിലുണ്ടായിരുന്ന 7 പുസ്തകങ്ങളും 790ൽ ഇവർ ഉപേക്ഷിച്ചു, ഇവരെ മാറ്റി. അങ്ങനെ അതൊഴിവാക്കിയിട്ടുള്ള പഴയ നിയമഭാഗങ്ങളാണ് 790 മുതൽ യഹൂദർ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ യേശുവും ശിഷ്യന്മാരും ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം ഇവർ ഉപേക്ഷിച്ച് കളഞ്ഞു. ഈ യഹൂദർ ചെയ്തിരുന്ന അതേ കാര്യമാണ് 15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറും ചെയ്തത്. ഈ 7 പുസ്തകങ്ങളും മാർട്ടിൻ ലൂതറും കത്തോലിക്ക ബൈബിളിൽ നിന്ന് എടുത്തു കളഞ്ഞു. മാർട്ടിൻ ലൂതർ പക്ഷെ ഒരു കാര്യം ചെയ്തു. 66 പുസ്തകമുള്ള ബൈബിളാണെങ്കിലും അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് ഈ പുസ്തകങ്ങളുടെ അവസാനം ഈ 7 പുസ്തകങ്ങൾ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് അപ്പോക്രിഫ പുസ്തകങ്ങളാണ്, ദൈവവചനമല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കാലാന്തരത്തിൽ ഈ അവസാനത്തെ അപ്പോക്രിഫ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ 7 പുസ്തകങ്ങളും മാറ്റി 66 പുസ്തകം മാത്രമുള്ള ബൈബിളാണ് പിന്നീട് ഈ പറയുന്ന 40,000-ത്തിലധികം വരുന്ന ഡിനോമിനേഷനുകൾ ഉപയോഗിക്കുന്നത്. ഈ 73 പുസ്തകങ്ങളാണ് ബൈബിളിൽ വേണ്ടത് എന്ന് ആരാണ് തീരുമാനിച്ചത്? ഈ 790-ൽ യേശുവിൻ്റെ മരണശേഷം യേശുവും ശിഷ്യന്മാരും അക്കാലത്തെ യഹൂദരും വായിച്ചിരുന്ന ഈ പറയുന്ന പുസ്തകങ്ങൾ ബൈബിളിൽ വേണ്ട എന്ന് യഹൂദർ തീരുമാനിച്ചല്ലോ. പിന്നീട് എങ്ങനെയാണ് കത്തോലിക്ക ബൈബിളിൽ ഈ പുസ്തകങ്ങൾ ഉൾപ്പെട്ടത്? AD 382-ൽ റോമിലെ കൗൺസിലിൽ വെച്ച് ദമാസസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് ബൈബിളിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വേണം, ഏതൊക്കെ പുസ്തകങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അന്ന് പാപ്പയും അവിടെയുള്ളവരും തീരുമാനമെടുത്തു, യഹൂദർ തള്ളിക്കളഞ്ഞത് നമ്മളും തള്ളിക്കളയുകയാണെങ്കിൽ ആരും തള്ളിക്കളയേണ്ടി വരിക സാക്ഷാൽ യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് സാക്ഷാൽ ദൈവപുത്രനായ യേശു വായിച്ച് പഠിച്ച അതേ പുസ്തകങ്ങൾ ഈ ബൈബിളിൽ വേണം എന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചു.
സഭ അത് കേട്ടു. അങ്ങനെ 73 പുസ്തകങ്ങളുള്ള സമ്പൂർണ്ണ ബൈബിളായി. പിന്നീട് AD 393 കൗൺസിൽ ഓഫ് ഹിപ്പോയിൽ വെച്ചും 397 കാർത്തേജിലെ കൗൺസിൽ വെച്ചും പിന്നീട് മാർട്ടിൻ ലൂതർ 66 പുസ്തകങ്ങൾ മാത്രമാക്കി ബൈബിൾ ഇറക്കി. പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ വന്ന കാലത്ത് 1546 ട്രെൻഡ് കൗൺസിൽ വെച്ചിട്ടും സഭ സ്ഥിരീകരിച്ചു സമ്പൂർണ്ണ ബൈബിൾ എന്നാൽ 73 പുസ്തകങ്ങളുള്ള ബൈബിളാണ് എന്ന് സഭ തീരുമാനിച്ചു. ഈ 73 പുസ്തകങ്ങൾ ബൈബിളിലുണ്ട്. ഈ 73 പുസ്തകങ്ങളിൽ നിന്നാണ് നിങ്ങൾ 7 പുസ്തകം എടുത്തു കളഞ്ഞത്. ഇതിൽ പറയുന്ന മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം, ഈ പറയുന്ന ലേഖനങ്ങളെല്ലാം ദൈവികമാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നിങ്ങളെപ്പോഴും ഉന്നയിക്കുന്ന ആരോപണമാണ്, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഓരോ കാര്യവും നിങ്ങൾക്ക് ബൈബിളിലുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ അങ്ങോട്ടും ചോദിക്കുന്നു. മത്തായിയുടെ സുവിശേഷം ദൈവികമാണ്, ഇത് മത്തായിയാണ് എഴുതിയതെന്ന് ബൈബിളിൽ നിന്ന് തെളിവ് കാണിക്കൂ. ബൈബിളിലില്ല. മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയത് മർക്കോസ് ആണെന്ന് ബൈബിളിൽ നിന്ന് തെളിവ് കാണിക്കൂ. ബൈബിളിലില്ല. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത് യോഹന്നാനാണെന്ന് ബൈബിളിൽ നിന്ന് തെളിവ് കാണിക്കൂ. ബൈബിളിലില്ല. യേശു സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന 4 സുവിശേഷങ്ങൾ എഴുതിയത് ഈ പേരുള്ള ഇതേ വ്യക്തികളാണെന്നും ഇത് ദൈവികമാണ് എന്നും തീരുമാനിച്ചതാരാ? AD 382 കത്തോലിക്ക സഭയാണ്. സഭയാണ് പറഞ്ഞത് ഈ ചുരുളുകൾ, ഈ സുവിശേഷ ഭാഗം നിങ്ങൾക്ക് വിശ്വസിക്കാം. സഭ അപ്രൂവ് ചെയ്തിരിക്കുന്നു, ദൈവികമാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒരു ഡൗട്ടും വേണ്ട. അപ്പം നിങ്ങൾക്ക് അത് വിശ്വാസമുണ്ട് ഇത് ദൈവികമാണ് എന്ന്. അപ്പം നിങ്ങൾക്ക് ബൈബിളിലുള്ള കോട്ട് വേണ്ട. അപ്പം നിങ്ങൾ സഭ പറയണതാണ് കേൾക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയാണ് നിങ്ങളോട് പറഞ്ഞു തന്നത് ഇത് വിശ്വസനീയമാണ്, ധൈര്യത്തിൽ വിശ്വസിക്കാം. അതേപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പേരിൽ അവരെഴുതിയെന്ന് ഫേക്കായിട്ടുള്ള പല പുസ്തകങ്ങളും സഭ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതും നിങ്ങളിപ്പോൾ കാണുന്നത് തള്ളിക്കളഞ്ഞ കൂട്ടത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരുവിധ ചോദ്യങ്ങളുമില്ല. സഭ അംഗീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളെ നിങ്ങളും അംഗീകരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കത്തോലിക്ക സഭ പറയുന്നു ഇന്ന സുവിശേഷങ്ങൾ മതി, 4 സുവിശേഷം മതി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 4 സുവിശേഷം മാത്രമേ ഉള്ളൂ? യേശുവിന് 12 അപ്പസ്തോലന്മാരില്ലേ? ശിഷ്യന്മാർ ആയിരക്കണക്കിന് പേരില്ലേ? ലൂക്ക ഒരു അപ്പസ്തോലൻ പോലുമല്ല, ഒരു ശിഷ്യനായിരുന്നു. എന്നിട്ടും ലൂക്ക സുവിശേഷം എഴുതിയില്ലേ? അങ്ങനെയെങ്കിൽ ഈ മഹാമനുഷ്യനെ അന്ന് കണ്ട എത്ര പേര് സുവിശേഷം എഴുതിയിട്ടുണ്ടാവും? വിശുദ്ധ തോമസ് ലീഗയുടെ സുവിശേഷമുണ്ട്. 100 കണക്കിന് ലേഖനങ്ങളും ഇങ്ങനെയുള്ള സുവിശേഷങ്ങളും ഉണ്ട്. പക്ഷേ സഭ പറഞ്ഞു അതൊന്നും ദൈവികമല്ല. ദൈവികമെന്ന് പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞത് ഇതാണ്. അങ്ങനെ 73 പുസ്തകങ്ങളുള്ള സമ്പൂർണ്ണ ബൈബിൾ സഭ ലോകത്തിന് നൽകി. എന്നിട്ട് ആ ബൈബിൾ എടുത്ത് നിങ്ങൾ പറയുന്നു ഇത് കത്തോലിക്ക സഭ ചെയ്യുന്നത് തെറ്റാണെന്ന്. എടാ, സഭയാണ് നിന്നോട് പറഞ്ഞു തന്നത് ഇത് ദൈവികമാണെന്ന്. നീ ഇന്ന് ഇത് ചങ്കത്ത് പിടിച്ച് നടക്കുമ്പോൾ മനസ്സിലാക്കുക ഇതിലേത് പുസ്തകം വേണം, ഏത് പുസ്തകം വേണ്ട എന്ന് തീരുമാനിക്കുകയും ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ലോകത്തിന് നൽകിയത് കത്തോലിക്ക സഭയെ. എന്നിട്ട് ആ പുസ്തകം എടുത്തിട്ട് കത്തോലിക്ക സഭയെ നീ കുറ്റം പറയുന്നത് എന്തൊരു വിരോധാഭാസം. അപ്പം എല്ലാം ബൈബിളിൽ നിന്ന് വേണമെന്ന് പറയുന്നവർ ഇത് ബൈബിളിൽ നിന്ന് തെളിയിക്കണം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് തെളിയിക്കണം ഇത് മർക്കോസാണ് എഴുതിയത്. പേര് പോലും ഇല്ല. സഭയെ പറഞ്ഞത് ധൈര്യമായിട്ട് വിശ്വസിക്കാം ഇത് മർക്കോസ് എഴുതിയതാ, പാരമ്പര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം മത്തായിയാണ് എഴുതിയത്. ലൂക്കയുടെ സുവിശേഷം നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതുപോലെയാണ്. അതാണ് പാരമ്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. ആദിമസഭയിലെ സഭാപിതാക്കന്മാരെല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഈ പുസ്തകമാണ്. നിങ്ങളുടെ പെന്തക്കോസ്ത പ്രൊട്ടസ്റ്റൻ്റ് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഏർലി ചർച്ച് ഫാദേഴ്സിൻ്റെ കോഴ്സ് പഠിപ്പിക്കാതെ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി തുടങ്ങാനേ പറ്റത്തില്ല. അങ്ങനെ ഏർലി ചർച്ച് ഫാദേഴ്സിൻ്റെ കോഴ്സ് പഠിക്കുകയും എന്തുകൊണ്ടാണ് ആദ്യ സഭാപിതാക്കന്മാരെല്ലാവരും കത്തോലിക്കരായിരുന്നു എന്നൊരു ചിന്തയാണ് സജിത് ബ്രദറിനെ പോലെയുള്ളവരെ കത്തോലിക് സഭയിലോട്ട് നയിച്ചതും ഇന്നും അനേകരെ സഭയിലോട്ട് നയിക്കുന്നതും. അപ്പം മനസ്സിലാക്കുക, നിങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ നിന്ന് ഒന്നും എടുത്തു കളയരുതെന്ന് പറഞ്ഞ ദൈവം അത് എടുത്തു കളയുന്നതിൻ്റെ മുകളിൽ സകല ശാപങ്ങളും വരുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല ബൈബിളിൽ നിന്ന് തന്നെ 7 പുസ്തകങ്ങൾ തന്നെ എടുത്തു മാറ്റി കഴിയുമ്പോൾ മാർട്ടിൻ ലൂതറിൻ്റെ മുകളിലും ഇത് വായിക്കുന്ന ആളുകളുടെ മുകളിലും
എന്തുമാത്രം ശാപങ്ങളായിരിക്കും വരിക എന്ന് ഓർക്കുക. കാരണം ദൈവസന്നിധിയിൽ നിങ്ങളുടെ ബൈബിൾ അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ശാപം വേണോ അനുഗ്രഹം വേണോ? നിങ്ങളിപ്പോഴും ഫോളോ ചെയ്യുന്നത് അപൂർണനായ ക്രിസ്തുവിനെയാണ്. മരിച്ചവർക്ക് വേണ്ടി കത്തോലിക്കർ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് ഈ നിങ്ങൾ എടുത്തു കളഞ്ഞ 7 പുസ്തകങ്ങളിൽ മക്കബാരുടെ പുസ്തകത്തിലുള്ളതാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഭാഗം. നിങ്ങൾക്ക് മുഖ്യദൂതന്മാരെ പറ്റിയിട്ട് മാലാഖമാരെ പറ്റി അറിയാത്തത് തോബിത്തിൻ്റെ പുസ്തകം നിങ്ങൾ എടുത്തു കളഞ്ഞു. നിങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നിങ്ങൾക്കില്ലാത്തത് നിങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം ബൈബിളിൽ നിന്ന് എടുത്തു കളഞ്ഞു. അമ്മയെ നിന്ദിക്കുന്നവൻ്റെ കണ്ണുകൾ മലങ്കാക്കകൾ കൊത്തുമെന്ന് പറഞ്ഞു. പ്രഭാഷകൻ്റെ പുസ്തകം നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് അമ്മയുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കണ്ണ് മലങ്കാക്കകൾ കൊത്തിക്കളഞ്ഞതുകൊണ്ട് ഇത് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഏശയ്യാ പ്രവാചകൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ നിങ്ങളിലാണ് നിറവേറുന്നത്. അവർ വായിക്കും, ഗ്രഹിക്കുകയില്ല, കാണും, എന്നാൽ മനസ്സിലാക്കുകയില്ല. ഇനിയെങ്കിലും സത്യം തിരിച്ചറിയുക. ഈ കമൻറ്റ് ബോക്സിനടിയിൽ വന്നിട്ട് നിങ്ങളുടെ സ്ഥിരം ആരോപണങ്ങൾ ഇപ്പം വില പോകത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ പറയുന്ന വസ്തുതകൾ, അതായത് എന്താണ് ഞാൻ പറഞ്ഞ വാദം, യേശുവും ശിഷ്യന്മാരും ഉപയോഗിച്ചിരുന്ന അതേ പുസ്തകങ്ങളാണ് കത്തോലിക്കർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ എടുത്തു കളഞ്ഞത് യേശുവിൻ്റെ മരണശേഷം യഹൂദര് മാറ്റം വരുത്തിയിട്ടുള്ള അതേ പുസ്തകമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇതാണ് ഈ വസ്തുത നിങ്ങൾ പരിശോധിച്ചിട്ട് ഇത് തെറ്റാണെന്ന് തെളിയിക്കും. അല്ലാതെ വീണ്ടും മാതാവിനെ ദൈവമായിട്ട് നിങ്ങൾ കാണുന്നു, വിഗ്രഹാരാധകരാണ് നിങ്ങൾ എന്നുള്ളത് വില പോകത്തില്ല. കാലം മാറി, ആളുകൾക്കെല്ലാം വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ടേക്ക് ഇറ്റ് ഈസ് എ ചാലഞ്ച്. ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം, കത്തോലിക്ക സഭ സ്ഥാപിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയല്ല. രണ്ടാമത്, നിങ്ങൾ ഉപയോഗിക്കുന്നത് അപൂർണ ബൈബിളാണ്. നിങ്ങളുടെ ക്രിസ്തു പൂർണ്ണനല്ലാത്ത ഒരു ക്രിസ്തുവാണ്. അതിനർത്ഥം ക്രിസ്തുവേ അല്ല, യു ആർ നോട്ട് ഫോളോയിങ് ക്രൈസ്റ്റ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയരിബൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Rei.